നമ്മുടെ അനീഷ് ഉണ്ടല്ലോ ബിഗ് ബോസിന്റെ പുള്ളി നമ്മുടെ പോലെ സാധാരണക്കാരനാണ്. അപ്പോ പുള്ളിക്ക് കോൺഫിഡന്റ് ഇന്ന് 10 ലക്ഷം രൂപ പ്രൈസ് കൊടുക്കും. ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു അനീഷ്. അനീഷിന് 10 ലക്ഷം രൂപ ഇപ്പം കോൺഫിഡൻസ് ഗ്രൂപ്പ് തന്നെ കൊടുത്തു. ഈ ബിഗ് ബോസിലെ ആദ്യ സമ്മാനം കൊടുക്കുന്നതും ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് തന്നെയാണ്. അങ്ങനെ അനീഷിന് ഈ 10 ലക്ഷം രൂപ കൊടുത്തപ്പോൾ നമുക്ക് സന്തോഷമായി. കാരണം അനീഷിനോട് കാണിച്ച അനീതിയാണെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഇനി ഇത് കണ്ടിട്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം നിസാര വോട്ടിനാണ് അനീഷൊക്കെ, ഇത് ഷോയാണെങ്കിലും നിസാര വോട്ടിനൊക്കെ ആയിരിക്കും 2ാം സ്ഥാനത്തേക്ക് തള്ളിപ്പെട്ടു പോകുന്നത്. കാരണം ഇപ്പോൾ ഒരു പാട്ട് മത്സരത്തിലാണെങ്കിൽ ഒരു പക്ഷേ അന്നേരത്തെ സൗണ്ട് ശരിയാകാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ചിലപ്പം അത്രയും നാൾ നല്ലോണം പാടിയ ആൾ ചിലപ്പം 2ാം സ്ഥാനത്തേക്ക് തള്ളിപ്പെടും. അപ്പം 2ാം സ്ഥാനക്കാർക്കും 1ാം സ്ഥാനക്കാരും അവർ മികച്ച ഗെയിമർ തന്നെയാണ്, മികച്ച പാട്ടുകാർ തന്നെയാണ്. പാട്ട് ആണെങ്കിൽ ഇപ്പോൾ അനു ആയാലും അനീഷായാലും അവിടെ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്ത 2 പേരാണ്. അവർ 2 പേരും മികച്ച, ആരാണ് മികച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരും ഒരേപോലെ ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കൃത്യമായിട്ട് 2 പേർക്കും കൊടുക്കണം, ഒരാൾക്ക് മാത്രമേ പ്രൈസ് കൊടുക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് അനുവിന് കൊടുക്കും. അനുവിന് കിട്ടാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് ബിഗ് ബോസിലെ ഈ കട്ടപ്പന്മാർ ഒന്നിച്ച് കയറി കഴിഞ്ഞപ്പോൾ അതുവരെ അനീഷിന് തന്നെയായിരുന്നു മുൻതൂക്കം ഉള്ളത്. ഈ കട്ടപ്പന്മാർ കൂട്ടമായിട്ട് അനുവിനെ ആക്രമിക്കുമ്പോൾ മലയാള പ്രേക്ഷകരുടെ ഒരു പൾസ് എന്ന് പറയുന്നത്, നമ്മൾ ഒരാളെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ ഒരു സഹതാപം ഉടലെടുക്കും. അതുതന്നെയാണ് അവിടെ സംഭവിച്ചത്. അപ്പം കൂട്ടമായിട്ട് അനുവിന് അനുകൂലമായിട്ട് വോട്ട് വന്നു എന്നുള്ളതാണ്. അത്രയും നമ്മളോടൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ അനീഷിന് ജയിക്കണം, അനീഷാണ് ഇതിൻ്റെ വിന്നറാകാൻ അർഹതയുള്ളവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സഹതാപം ഉണ്ടായിരുന്നു. ആ സഹതാപത്തിൻ്റെ മുകളിൽ നിന്ന ഒരു സാധനമാണ് അനുവിനെതിരെയുള്ള കൂട്ടാക്രമണത്തിൽ അനുവിനോട് എല്ലാവർക്കും ഒരു സഹതാപം ഉണ്ടായി. അന്ന് വരെ അനീഷിനും മറ്റു പലർക്കും വോട്ട് ചെയ്തുകൊണ്ടിരുന്നവർ പെട്ടെന്ന് മാറ്റിക്കുത്തുന്ന ഒരവസ്ഥ വന്നു. അതാണ് അനുവിന് ഗുണമായി വന്നത്, അത് അനീഷിന് ദോഷമായി വന്നു. അപ്പം അനീഷിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു 5000 രൂപയൊക്കെ ഉള്ളായിരുന്നു ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. പിന്നെ ചിലർ പറയും 20,000 രൂപ വരെ കിട്ടുന്നുണ്ടായിരുന്നു എന്ന് പറയും. എന്നാലും അനുവിന് കോടിക്കണക്കിന് രൂപ കിട്ടി, ഒരു കാറും കിട്ടി. അനീഷിന് വളരെ തുച്ഛമായ തുക കിട്ടിയുള്ളൂ. അത് തന്നെ ഒരു നീതികേടായിട്ട് എനിക്ക് തോന്നി. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഏതായാലും പലരും ഒത്തിരി വീഡിയോ ചെയ്യുന്നു, ഇതിനെപ്പറ്റി കോൺഫിഡൻസ് ഗ്രൂപ്പ് അറിയുന്നു. അങ്ങനെ ഏതായാലും 10 ലക്ഷം രൂപ അനീഷിനും കൊടുക്കാൻ തീരുമാനിച്ചു. വളരെ സന്തോഷം. ഇനിയുള്ള സീസണിൽ 1ഉം 2ഉം സ്ഥാനക്കാർക്ക് ഒരു തുക കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമൻ്റായിട്ട് എഴുതുക. വളരെ സന്തോഷം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് എത്തും വരെ ഓക്കെ ബൈ.